അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ വ്ളോഗാണ്. ഇപ്രാവശ്യം നമ്മൾ സാറ്റർഡേ തന്നെ ഒരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പികളും ഒക്കെ ആയിട്ട് ഒരു ലഞ്ച് വ്ളോഗ് കാണാം. വലിയ വ്ളോഗൊന്നുമല്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ 2 ഐറ്റം. കാരണം ഞാൻ 2-3 ബിരിയാണി കണ്ടിട്ട് അതിനെ അങ്ങ് ഒറ്റ ബിരിയാണി ആക്കി എടുത്തതാണ് കേട്ടോ ഈ ഒരു സംഭവം. അത് കുറച്ച് ലോങ് പ്രോസസ്സായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ കുറച്ച് ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബിരിയാണിയുടെ ടൈപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം കേട്ടോ. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കുന്നത്. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റി. എന്തായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ഫുഡ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് നന്നാക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറിയ ഉള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. ഞാൻ 3 കൂടെ ഒരുമിച്ച് അങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെയൊന്ന് പെട്ടെന്ന് തന്നെ നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇന്നലത്തെ നമ്മുടെ മഷ്റൂം റെസിപ്പി ചോദിച്ച ആൾ ഉണ്ടാക്കി നോക്കിയൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെന്താണ് ഞാൻ ഇത്തയുടെ വീഡിയോ ഒന്നും ഇപ്പോൾ കാണാറേ ഇല്ലായിരുന്നു. ഇന്നാണ് കാണുന്നത്. അയ്യോ അതെന്താടാ, ഡെയിലി കാണാൻ ശ്രമിക്കുക കേട്ടോ. പണ്ട് കണ്ട് ആൾക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല തോന്നുന്നു. കാരണം ഡെയിലി ഒരേ റൊട്ടീൻ ആയതുകൊണ്ട് എല്ലാവർക്കും മടുക്കുന്നേ. പക്ഷെ നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികൾ കൊണ്ടുവരുന്നത് ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. പിന്നെ ഇതിന് താല്പര്യമുള്ള ആൾക്കാരായിട്ടോ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ നിർബന്ധമൊന്നും പറയില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണുക, ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. ഓക്കെ, ഇതെന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊന്നും അത്ര വലിയ കെയറൊന്നും കൊടുക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടമല്ലേ ഇത്, അപ്പോൾ അതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം നന്നാക്കിയ ശേഷം ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഒന്ന് ആക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് അടിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ നീര് ഇതുപോലെ അരിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ടൊരു സൂത്രപ്പണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കപ്പിൽ ഞാനിവിടെ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ നിറയെ, കൊത്തിയരിഞ്ഞ മല്ലിയില നിറയെ എടുക്കുന്നുണ്ട്. 2 മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പുളി വേണോ വേണ്ടയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഉപ്പ് നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കമ്മി ഉണ്ടായപ്പോൾ ഇട്ട് കൊടുത്തു. പിന്നെ പുളിയും എനിക്ക് കുറച്ച് വേണം തോന്നി. അപ്പോൾ ഞാൻ ചെറിയ ഒരു സ്പൂണിൽ നമ്മുടെ തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ച് നമ്മുടെ ലെഗ് പീസും പിന്നെ അല്ലാത്ത പീസും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനിത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ മസാല റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ പിടിക്കും കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഇത് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ പ്രോൺസ് വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ കുറച്ചെങ്കിലും മാറ്റി വയ്ക്കും. പക്ഷെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് അധികം മാറ്റി വെച്ചു കേട്ടോ. എനിക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ ആദ്യം തന്നെ അരി അളന്ന് വെച്ചിട്ടുണ്ട്. 5 നാഴി അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ്, അതിൻ്റെ അപ്പുറം കുതിർക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഒരു സ്റ്റോക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയുള്ളി, 2-3 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, അതേപോലെ നമ്മുടെ മല്ലിയില ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അളന്ന് വെച്ച പാത്രത്തിന് അരി അളന്ന് വെച്ചില്ലേ, അതിന് ഏകദേശം ഒരു 1.25 പാത്രം വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം,
ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത ശേഷം ഞാനിവിടെ മസാല കൂട്ടി വെച്ച നമ്മുടെ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്മീൻ്റെ തലയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ തലയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെമ്മീൻ ചേർത്ത് കൊടുത്തു. ഇത് നമുക്കിനി ഒന്ന് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറെങ്കിലും തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെട്ടി തിളയ്ക്കാൻ പാടില്ല, ഒരു പത വരുള്ളൂ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് ആ ഒരു സ്റ്റോക്ക് ആവണ സമയം കൊണ്ട് നമുക്ക് തന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ഇതാ ഉള്ളി ഒരു 6-7 ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 4 എണ്ണം മതി കേട്ടോ. നമ്മുടെ ഈ ബിരിയാണിക്ക് ഒരുപാട് പുളി വേണ്ട. പ്രോൺസ് ബിരിയാണിക്ക് പൊതുവേ എനിക്ക് പുളി ഇഷ്ടമല്ല. അപ്പോഴേക്കും വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ ഫ്ലെയിമിലോട്ട് ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ സ്റ്റൗവിലോട്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ഉള്ളി ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. അതായത് ഒരുപാട് കരിച്ചെടുക്കണ്ട. ഞാൻ നെയ്യും എണ്ണയും ഈക്വലായി എടുത്തിട്ട് അതിലോട്ട് കട്ട് ചെയ്ത എല്ലാ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര അങ്ങോട്ട് കരിച്ച് മുരിച്ചെടുക്കണത് ഇഷ്ടമല്ല, ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ബീഫിലാക്കിയാലും വേറെ മീനിലാക്കിയാലും ഒന്നും പ്രശ്നമല്ല കേട്ടോ. പക്ഷേ ചെമ്മീനിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ സെയിം ഓയിലിൽ തന്നെ ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ 4 എണ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ടല്ലോ, ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ബിരിയാണിയുടെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, ആ ഒരു ഉള്ളി ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 2-3 പച്ചമുളകും കൊത്തിയരിഞ്ഞ മല്ലിയിലയും പുതിനയും ഒക്കെ ഇന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എന്താണ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, 1 സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. പിന്നെ ഒരു 3 സ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് തൈരും നാരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ മസാല പിടിപ്പിച്ച് വെച്ച് നമ്മുടെ ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് പൊരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ മസാല ആക്കൂലേ, അങ്ങനെ ആക്കിയെടുത്തതാണ്, വേറെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മളിത് തുറന്ന് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ ചെമ്മീനിൽ നിന്ന് ഒരുപാട് വെള്ളം അങ്ങ് വരും കേട്ടോ. ഇവിടെ നമ്മുടെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റോക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് അരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മളിട്ട ചെമ്മീനൊക്കെ പെറുക്കിയെടുത്ത് ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് വാട്ടറിലാണ് നമ്മൾ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ തൈരും പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫുള്ള് നാരങ്ങയുടെ നീര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇവിടെയാണ് ഞാൻ കുറച്ച് എളുപ്പപ്പണി ചെയ്തത് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല റെഡിയാക്കിയിട്ട് ഈ സ്റ്റോക്ക് വേറെ നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ദമ്മ് ഇടാൻ വേണ്ടിയിട്ട് റൈസ് വേറെ മസാല വേറെയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നമ്മുടെ പാലക്കാടൻ ടൈപ്പ് പോലെ തന്നെ അങ്ങ് ആക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ ആ വാട്ടറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഞാൻ അരി കുതിർത്തിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചിട്ട് പതിയെ അങ്ങ് വേവിച്ചെടുക്കുക. ആദ്യം തിളക്കുന്നതിന് മുമ്പ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നന്നായിട്ടായ ശേഷം ഒന്ന് നമുക്ക് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ സംഭവം റെഡിയായി. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഇളക്കിയെടുത്ത് എല്ലാവിടെയും മസാലയൊക്കെ ആയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഇളക്കുന്നുണ്ട് കേട്ടോ. അരിയൊന്നും പൊടിയാണ്ട് നോക്കണം, പൊടിയൊന്നുമില്ല കേട്ടോ ഈ അരി. അപ്പോൾ ഞാനിതാ നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുത്ത ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ച
പുതിന മല്ലിയിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ഇതെല്ലാം ഒന്നാക്കുക. ഗരം മസാലേൻ്റെ ആവശ്യം ഇനിയില്ല, വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയും ടേസ്റ്റ് വരും എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ആയ ശേഷം ഞാൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതേപോലെ പപ്പടം, എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പടം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് തന്നെ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ ഇക്കാക്ക്. അതിലോട്ട് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടം. നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ ഇത്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചു വിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങളെ വീട്ടിൽ സൺഡേ ആണ് എപ്പോഴും ബിരിയാണിയൊക്കെ വെക്കാറ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സാറ്റർഡേ ആക്കിയപ്പോൾ സൺഡേ വെക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ പുതിയ ബിരിയാണി പോട്ടിൽ ഞാനിപ്പം 1 കിലോയുടെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കിലോ ഒക്കെ കൊള്ളുന്ന തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ഇതാ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ എല്ലാവരും കൂടി ഇരുന്നങ്ങ് കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഈ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്ക് ഇങ്ങനെ വെറും ചോറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ സംഭവം ഒരു നേരെ കഴിക്കുള്ളൂ കേട്ടോ. 2 നേരം കൊടുത്താലൊന്നും കഴിക്കില്ല. ഒരു നേരം കുറച്ച് ആസ്വദിച്ച് കഴിക്കും. അപ്പം നമ്മുടെ ആവി പറക്കണ ബിരിയാണി കണ്ടില്ലേ? ഓഹ്, എന്താലേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടോ? എനിക്ക് വരുന്നുണ്ട്, കഴിച്ചതാണല്ലോ ഞാൻ. അപ്പോൾ ഇതുപോലെ അങ്ങ് പ്ലേറ്റിലോട്ട് വിളമ്പി ആ ചൂടോടുകൂടി തന്നെ ചിക്കൻ ഫ്രൈയും ഒരു മുളകും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ പപ്പടം, പിന്നെ ഇനിയിപ്പോൾ മല്ലിയില ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ കുശാലായി. അപ്പോൾ തൈരും കൂട്ടി ഇങ്ങനെ അങ്ങ് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആഹാ സ്വർഗ്ഗം കാണാമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അത് സക്സസ് ആകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാനിതാ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. കൂടെ ആയാൻകുട്ടി ഉമ്മയും എല്ലാവരും ഹെൽപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ പ്ലേറ്റിലോട്ടും നല്ല ആവി പറക്കണ ബിരിയാണി എല്ലാം വിളമ്പി കൊടുത്തു. നമ്മുടെ ഫാമിലിയിൽ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഈ രീതി പലർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരാറുണ്ട് കുറേ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ജിനിത്ത, നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അതേപോലെ ലുലുവിൽ പോയപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടു. കുറേ ആൾക്കാർ വന്ന് സംസാരിച്ചു, കുറേ ആൾക്കാർ ചിരിച്ചു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഹാപ്പിയാണ്. നമുക്കൊരു അവാർഡൊക്കെ കിട്ടണതിൻ്റെ തുല്യമാണ് കേട്ടോ. പിന്നെ ഇത്താക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന്. അതിനിപ്പോൾ എപ്പോഴാണ് പോകാമെന്നൊന്നും അറിയില്ല. ഫ്രണ്ടിൽ ബേബി ഹെയറൊക്കെ പഴയ പോലെ ആയി വരുന്നുണ്ട്. പിന്നെ ആയി വരാണ്ടിരിക്കുമോ അല്ലേ? കുറച്ച് കാലങ്ങളിൽ നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മുടെ കഹാനിയുടെ ആ ഒരു ഇതിലോട്ട് വേണ്ട നമ്പറൊക്കെ ഞാൻ ഇന്നലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.